നമ്മുടെ നാട്ടിലെ ഈ അടുത്ത 1-2 ദിവസങ്ങളായി വളരെ ചൂട് പിടിച്ച ഒരു ചർച്ച നടക്കുന്നത്. ഒരു കുട്ടി ഇസ്ലാം സ്വീകരിച്ചു, 23-24 വയസ്സായി. അത് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ പേരിൽ മാതാപിതാക്കൾ കണ്ടില്ല എന്ന് പറഞ്ഞ് കേസെടുത്തു. ആ കുട്ടിയെ പിടിച്ച് കോടതി ഹാജരാക്കി. അപ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പഠിക്കുകയാണ് എന്ന് കുട്ടി പറയുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തു. പഠിക്കാൻ വേണ്ടി ആ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ തന്നെ തുടരാൻ പറഞ്ഞു. അങ്ങനെ തുടരുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടി വിവാഹം കഴിച്ചു. അപ്പോൾ വിവാഹം കഴിച്ചപ്പോൾ വീണ്ടും കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഏതോ IS ചേരാൻ പോവുകയാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒരു habeas corpus ഹർജി കൊടുത്തു. ആദ്യം ഇസ്ലാം പഠിക്കാൻ വിട്ട അതേ കോടതി തന്നെ ഈ ഹർജി തീർപ്പാക്കുമ്പോൾ പറഞ്ഞത് ഈ ഒരു വിവാഹം സാധുവല്ല എന്ന്. എന്തടിസ്ഥാനത്തിലാണ് കോടതി അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. 24 വയസ്സായ ഒരു ഇന്ത്യൻ പൗര, ഭരണഘടനാപരമായ അവൾക്ക് അവകാശങ്ങളുണ്ട്. സ്വന്തം കാര്യം തീരുമാനിക്കാൻ മറ്റാരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അതുപോലെ തന്നെ പിടിച്ചുപിടി വെച്ചതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നു. അതും ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. അതുപോലെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ചെയ്ത വിവാഹം അത് സ്റ്റേ ചെയ്യുക, എങ്ങനെയാണ് സ്റ്റേ ചെയ്യുക എന്നുള്ളത് അത് മനസ്സിലാവുന്നില്ല. വിവാഹത്തിന് രക്ഷകർത്താക്കൾ വേണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഇസ്ലാം സ്വീകരിച്ച ഒരാളിന് പഴയകാല രക്ഷകർത്താക്കളല്ലാതെ വരികയാണെങ്കിൽ നാട്ടിലെ കാളിയാണ് എൻ്റെ രക്ഷകർത്താവ്. അപ്പോൾ നാട്ടിലെ കാളി നിശ്ചയിക്കുന്ന ഒരാളോ ആവാം. ഇനി അങ്ങനെ കാളി തന്നെ വേണമെന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടി, അവൾ പ്രായപൂർത്തിയായി, മറ്റാരുമില്ല, അവളെ വേറെ ഒരാളിനെ സ്വയം നിലയ്ക്ക് ഏൽപ്പിക്കാൻ എൻ്റെ രക്ഷാകർത്തൃത്വ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ആ നിലയ്ക്ക് അത് ക്യാൻസൽ ചെയ്യാനൊരു വകുപ്പ് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മുഖ്യമായ പ്രശ്നം, ഇങ്ങനെ വിധിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ജുഡീഷ്യറിയോട് ജനങ്ങൾക്കുള്ളൊരു ബഹുമാനവും ആദരവും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് വിധി വന്നു കഴിഞ്ഞാൽ ഈ ജുഡീഷ്യറിയും കാത്തിട്ട് കാര്യമില്ല. അപ്പോൾ നാട്ടിൽ ജുഡീഷ്യറിയെ ധിക്കരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ട്. എന്തൊക്കെ ചെയ്താലും നിയമം ഇഷ്ടം പോലെ ഉണ്ടാക്കിയാലും പോലീസ് സേനയെ ഉണ്ടാക്കിയാലും ആളുകളുടെ മനസ്സിൽ നീതി നടപ്പാക്കുന്നില്ല എന്ന ഒരു ചിന്ത ഉണ്ടാകും. അത് നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും, അരാജകത്വ പ്രശ്നം ഉണ്ടാക്കും. ഒരു രാജ്യത്തെ ചീത്തയാക്കാൻ ഇതിൽ കൂടുതൽ മോശമായൊരു നടപടി ചെയ്യാനില്ല എന്നുള്ളതാണ്. ഭരണാധികാരികൾ നീതി പാലിക്കാതിരിക്കുക, ന്യായാധിപന്മാർ നീതി പാലിക്കാതിരിക്കുക, ഏതെങ്കിലും വ്യക്തികളുടെ ഭാവനാവിലാസം അനുസരിച്ച് യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിക്കുക, ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും ഒരു ജനതയുടെ ഒരു ഉത്തമമായ ജീവിതത്തിനും തകരാറുണ്ടാക്കുന്നതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഗതിയാണ്. പ്രായപൂർത്തിയായ ഒരാളിന് സ്വന്തം നിലയ്ക്ക് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇവിടെ ലിവിങ് ടുഗദർ എന്ന് പറയും. കല്യാണം വേണ്ട, ഒന്നും വേണ്ട. ആരെങ്കിലും എവിടെയെങ്കിലും രണ്ടാൾ കണ്ട പ്രായപൂർത്തിയായെങ്കിലും ഒന്ന് ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഏത് ജാതിയോ മതമോ വർഗമോ ഭാഷയോ ഒന്നൊരു പ്രശ്നമില്ല. ലിവിങ് ടുഗദർ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറയും. അതേസമയം ഇത് വളരെ ആധികാരികമായ ഒരു മഹലിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്തത് ശരിയല്ല, സാധുവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ ബലമായി പിടിച്ച് പോലീസിൻ്റെ സഹായത്തോടു കൂടി പിടിച്ച് ഈ പോലീസും അധികാരിയും പൈസയും സ്വാധീനമൊക്കെ ഉള്ള ഇതൊക്കെ നടക്കും. പക്ഷെ മനുഷ്യ മനസ്സിനെ ഇതുകൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അവർക്ക് മനസ്സിലാവാതെ പോകുന്നൊരു സംഗതിയാണ്. ഏതെങ്കിലും ഒരു ജഡ്ജി വിധി പ്രസ്താവിച്ചതുണ്ടോ, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ പോലീസിനെയോ അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും സ്വാധീനിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബലപ്രയോഗം ഒന്നിനും ഒരു പരിഹാരമല്ല. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിലൊരു മാറ്റമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ കാര്യം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത് മനസ്സിലുണ്ടായ മാറ്റമാണ്. കുറേ കാലമായിട്ട് മനസ്സിലുണ്ടായ മാറ്റമാണ് വിശ്വാസപരമായൊരു മാറ്റത്തിന് നാന്ദിയായതെന്നുള്ളതാണ്. അത് മാറ്റാൻ ഈ കടന്നും പ്രേമപ്രയോഗം കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ബഹളം വെച്ച് കുഴപ്പമുണ്ടാക്കേണ്ട ഒരു സംഗതിയൊന്നുമില്ല. ഈ അനീതിക്കെതിരെ എല്ലാം നീതിബോധമുള്ള മനുഷ്യന്മാരും നിർബന്ധമായിട്ടും പ്രതികരിക്കുകയും വേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ നീതി നടക്കില്ല, ഭരണകൂടത്തിൽ നീതി കിട്ടില്ല, കോടതിയിൽ നീതി കിട്ടില്ല, പോലീസിൽ നീതി കിട്ടില്ല എന്നൊക്കെ ആളുകൾക്ക് ധാരണ ഉണ്ടായാൽ
രാജ്യത്തിൻ്റെ ഭദ്രത തന്നെ തകർന്നു പോകും, ജനജീവിതം ദുസ്സഹമായി പോകും, പ്രശ്നമായി പോകും എന്നുള്ള. നന്മയെ സ്നേഹിക്കുന്ന ആളുകൾ, നീതിബോധമുള്ള ആളുകൾ, മനുഷ്യാവകാശത്തിന് വില നൽകുന്ന ആളുകൾ, അതുപോലെ മനുഷ്യസ്നേഹമുള്ള ആളുകൾ ഇത്തരം അനീതിക്കെതിരെ ശക്തമായി നടപടി കൈക്കൊള്ളുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള സംഗതി.